അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം മൈൻഡിലുള്ള പല വിഷ്വൽസും അല്ലെങ്കിൽ അതെങ്ങനെ നമുക്കൊരു വിഷ്വലി നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആരെയും കീഴിലൊന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. നമ്മൾ ബീച്ചിൽ നിന്ന് ഷൂട്ട് ചെയ്തു, ഇവിടുന്ന് ഷൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തോക്ക്, കത്തി, ഇങ്ങനെ കുറേ മാരകായുധങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് അതാണ് ശരിക്കും. അത് എടുത്തത് ഒരു ഹാൻഡിക്യാം ആയിരുന്നു. ഹാൻഡിക്യാം, അതെ, ഒരു ഹാൻഡിക്യാമിൽ ഹസീബ് അത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ അതിൽ ഇന്നാൾ ഡയറക്റ്റ് ചെയ്യുക, ഇന്നാൾ എഴുതുക എന്നൊന്നുമില്ല. നമ്മൾ 3 പേരും ചേർന്നിട്ട് അതങ്ങോട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിന് ശേഷവും പിന്നെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് പല ഷോർട്ട് ഫിലിമുകളും ചെയ്യാൻ തുടങ്ങി. കാരണം അവിടെ ലൊക്കേഷൻ ഒന്നാമത് നമുക്ക് പഞ്ഞില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഒറീഗൻ്റെ ഒരു വർക്ക് കൾച്ചർ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു 9 to 6 എന്നുള്ളതൊന്നുമല്ല. നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നജീബ് ഖാനോട് പല രാത്രികളിലും നമ്മൾ ചോദിക്കാറുണ്ട്, രാത്രി നമ്മളവിടെ സ്റ്റേ ചെയ്യട്ടെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ നജീബ് ഖാൻ പറയും ഓക്കെ, അതിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഷോർട്ട് ഫിലിംസ് അവിടുന്ന് ചെയ്തു അല്ലേ. ആ ഷോർട്ട് ഫിലിമൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് എന്നാൽ നമുക്ക് സിനിമ കൂടി നോക്കാം എന്നൊക്കെ ഉള്ളൊരു സിനിമൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ആവുന്ന അവിടെ നിന്നാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 4-5 ഷോർട്ട് ഫിലിമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതാന്നുള്ള. സിനിമ അന്ന് ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ കണക്ഷനോ പരിപാടിയോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ട് സിനിമ കാണാനും പോയിട്ടില്ല. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള ഈ ഒരു കഥ പറയുക എന്നൊക്കെ ഉള്ള ആ ഒരു പരിപാടിയെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ